Hey Google, turn on LED. Hey Google, turn on light. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് 2 പ്രൊഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊരു സാമ്പിൾ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത 2 പ്രൊഡക്റ്റാണ്. ഒന്ന് ഹോം മേറ്റിൻ്റെ ഒരു സ്മാർട്ട് സ്വിച്ചും അതുപോലെ തന്നെ ഒരു സ്മാർട്ട് LED. അപ്പോൾ അതൊന്ന് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബോക്സിൽ ഉള്ളത് 2 പ്രൊഡക്റ്റാണ്. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോം മേറ്റിൻ്റെ ഒരു 4 സ്വിച്ച് ഉള്ളൊരു ടച്ചിൻ്റെ ഒരു ഹബ്ബ്, പിന്നെ അതുപോലെ തന്നെ ഒരു LED. അപ്പോൾ ഇത് നോക്കാം. സ്മാർട്ട് സ്വിച്ചാണ്. അതിൻ്റെ ആപ്പിൻ്റെ QR കോഡൊക്കെ അതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ വയറിംഗ് ഡയഗ്രാം, പിന്നെ അതുപോലെ വോൾട്ടേജും അതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കളർ വൈറ്റ് ടിക്കിട്ടുണ്ട്. പിന്നെ അതുപോലെ MRP വരുന്നത് 5000 മുകളിലാണ്. പക്ഷേ നമുക്ക് ആമസോണിൽ നിന്ന് അറൗണ്ട് 1000 താഴെയാണ് അതൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഒക്കെ പോലെ അതിൻ്റെ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വയറിങ്ങിന് കൊടുക്കേണ്ട ന്യൂട്രൽ ലൈൻ, അതുപോലെ സ്വിച്ച് 4 സ്വിച്ചാണല്ലോ കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ലേബൽ ചെയ്തിട്ടുണ്ട്. ലൈനും ന്യൂട്രും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഇത് പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. ഒരു 6 മന്ത് കൂടി എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുമെന്നൊക്കെയാണ് അവർ പറയണത്. അത് നമ്മൾ അതുപോലെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 മന്ത് കൂടി എക്സ്ട്രാ വാറണ്ടി കിട്ടും. അത് നമുക്ക് തന്നെ ഇടാം. നമുക്ക് LED ബോക്സിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം. ഇനി നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ പുറത്ത് വർക്ക് വിത്ത് സിറി, ഗൂഗിൾ ഹോം, അതുപോലെ അലക്സ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. വോയിസ് കൺട്രോൾ വെച്ച് വർക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പൊളിച്ച് നോക്കാം. സ്മാർട്ട് LED സ്ട്രിപ്പ്. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഇതിൽ വരുന്നത് എന്തൊക്കെ വെച്ചാൽ ഇതൊരു അഡാപ്റ്റർ, അതിൻ്റെ പിന്നെ ഇതിൻ്റെ കണക്ടർ തോന്നുന്നുണ്ട്. മറ്റേലുള്ള പോലെ തന്നെ ഇതിലുണ്ട് ഒരു വാറണ്ടി കാർഡ്. പിന്നെ ഇതാണ് നമ്മൾ സാധനം, LED ലൈറ്റ്. ഇതാണ് ഇവിടെ തുറക്കുക. ഇതിൻ്റെ അതുപോലെ വോൾട്ടേജ്, പിന്നെ കളറ്, പിന്നെ അതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ റേറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നുണ്ട് അതിന് പുറത്ത്. തുറന്ന് നോക്കിയാൽ 2 എൻഡ് ഉണ്ട്. അതായത് ഇത് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ 5 മീറ്ററിൻ്റെയാണ്. അപ്പോൾ ഇനിയൊരു 5 മീറ്ററും കൂടി വാങ്ങി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എക്സ്ട്രാ ഇനി വാങ്ങണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഒരു കണക്ഷൻ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തായാലും ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെത് ഇതാ ഈ ഒരു എൻഡിൽ LED സ്ട്രിപ്പിൽ അതുപോലുള്ളൊരു സോക്കറ്റ് ഉണ്ടാവും. സ്യൂട്ടബിൾ ആയിട്ടുള്ള സോക്കറ്റ്, 2 സോക്കറ്റ്. അതായത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ സോക്കറ്റ്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. മറ്റേ എൻ്റെ നമുക്ക് ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൂടി ആഡ് ചെയ്ത് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു കണക്ടറിൻ്റെ മറ്റേ എൻ്റെ നമ്മൾ ചാർജറിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് കണക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഹോംമേറ്റ് ആപ്പ് തുറന്നിട്ട് അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഡിവൈസ് കൊടുക്കുക. അപ്പോൾ വൈഫൈയും ബ്ലൂടൂത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാണിക്കും. അപ്പോൾ അതിൽ ആ ഡിവൈസ് ലോക്ക് കൊടുത്തിട്ട് നമ്മൾ വൈഫൈൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാം.
എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോം മീറ്റിലേക്ക് ആഡ് ആവും. ഹോം മീറ്റിൽ ആപ്പ് ആഡ് ആയിട്ടില്ലെങ്കിലും ലൈറ്റ് കത്തും, പക്ഷെ നമുക്ക് അതിൽ കൺട്രോളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. അപ്പോൾ കണക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി സ്മാർട്ട് ആവുക, അതുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. കണക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ അതിൽ കാണിച്ച അതേ ഡയഗ്രം തന്നെ ചെയ്യാണ്. അത് കണക്ട് ചെയ്തപ്പോൾ ഒരു റെഡ് ലൈറ്റാണ് കത്തിയത്. ബാക്കി നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. എന്തായാലും ചാർജർ പിന്നെ വൈറ്റ് കണക്ടർ എന്നിട്ട് LED കൊടുക്കുക. സ്കൈസ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫോണിൽ നമുക്ക് ഇതിലൊരു കളർ ഡയഗ്രാമൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ട് കളർ മാറുന്നൊക്കെ ഉണ്ട്. റെഡിലേക്ക് ഇട്ട് ബ്ലൂവിലേക്ക് ഇട്ടപ്പോൾ ബ്ലൂ ആയി, ഗ്രീനിലിട്ടു ഗ്രീനായി, യെല്ലോ ഇട്ടു അല്ലേ. അങ്ങനെയൊക്കെയാണ് അത് സെറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെ ഹോം മീറ്റിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടായില്ല, ടച്ച് സ്വിച്ച്, അതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്വിച്ച് ബോർഡ് ഊരെടുക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ മെയിൻ ഓഫാക്കണം. നമ്മൾ പവർ സപ്ലൈ ഓഫാക്കിയിട്ട് നമ്മൾ കറണ്ട് ബില്ല് പണിയെടുക്കാൻ പാടുള്ളൂ. അതൊക്കെ എല്ലാം ഓഫാക്കിയിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഈ പ്ലഗ് പോയിൻ്റ് അവിടെ നിന്ന് ഊരിയിട്ട് നമുക്ക് ആ 4 സ്വിച്ചിൻ്റെ ഇതുള്ള അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ പ്ലഗ് പോയിൻ്റ് അവിടെ നിന്ന് ഊരിയെടുക്കുക. ആദ്യം നമുക്ക് ഇതിലെ കണക്ഷൻസ് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അതിവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അതവിടെ ലോക്കായി നിന്നോളും. ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സ്വിച്ചുകളും അങ്ങനെ പ്രസ് ചെയ്ത് ലോക്കാവുന്ന ടൈപ്പ് സ്വിച്ചുകളാണ്. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അതവിടെ ലോക്കായി നിന്നോളും. ഇനി അടുത്തായിട്ട് നമ്മൾ ഓരോ ഡിവൈസസിൻ്റെ കണക്ഷൻ നമ്മൾ സ്വിച്ച് നിന്നെല്ലാം വേർപ്പെടുത്തിയിട്ട് നമ്മൾ ഈ സ്മാർട്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ ആ സ്വിച്ച് നിന്ന് എല്ലാ ഡിവൈസിൻ്റെ ഇതും കണക്ഷൻ വരിക. അപ്പോൾ ഇതിലേക്കുള്ള സ്വിച്ചിലേക്കുള്ള എർത്ത് എന്തായാലും നമുക്ക് വേണ്ടല്ലോ, അത് പ്ലഗ് പോയിന്റിലേക്ക് വന്നിരുന്ന എർത്തിൻ്റെ വയറാണ്, അത് നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ച്. അടുത്ത് നമ്മൾ സ്വിച്ച് വന്ന് ഡയറക്റ്റ് പവർ സപ്ലൈയും പിന്നെ അതുപോലെ ന്യൂട്രൽ ലൈനും നമ്മൾ ഈ സ്മാർട്ട് സ്വിച്ചിലേക്ക് കൊടുത്ത് അതിനുശേഷം നമ്മൾ ആ ഡിവൈസസിൻ്റെ ഈ പ്ലഗ് പോയിന്റിൽ ഈ സ്വിച്ച് ബോർഡിലുള്ള മഞ്ഞ വയറുകളാണ് ഇതിലുള്ള ഡിവൈസസിൻ്റെ വയേഴ്സ്. അപ്പോൾ അതെല്ലാം അതിൽ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട് 1 2 3 4 പറഞ്ഞിട്ടുള്ള ആ ലേബലിലേക്ക്. അതിൽ ന്യൂട്രലിൻ്റെ അവിടെ ന്യൂട്രൽ കൊടുക്കുക, കാണിക്കുന്നിടത്ത് ഈ സ്വിച്ചിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കുക. പിന്നെ 1 2 3 4 കാണിക്കുന്ന 4 ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഡിവൈസസിൻ്റെ വയറും കണക്ട് ചെയ്യുക. ഓക്കെ, സിമ്പിളാണ് വയറിങ്. ഇപ്പോൾ ഞാനിവിടെ 3 ഡിവൈസ് ആഡ് ചെയ്തിട്ടുള്ളൂ, അത്ര ഡിവൈസേ ഈ റൂമിലുള്ളൂ. അപ്പോൾ ബാക്കി ആഡ് ചെയ്തിട്ടില്ല. ബാക്കി നമ്മളെല്ലാം ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. സ്ക്രൂ ആക്കി അടുത്തായിട്ട് നമ്മൾ പവർ സപ്ലൈ ഓൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഹോംമേറ്റിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അതിൽ ചെയ്ത പോലെ തന്നെ ആ ഡിവൈസ് ഇതിലെന്താ വെച്ചാൽ ഒരു 8 to 10 സെക്കൻഡ് വരെ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ നടുവിലുള്ളൊരു ചെറിയ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആഡ് ഡിവൈസ് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫോണിൽ ആഡ് ഡിവൈസ് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഹോംമേറ്റിൻ്റെ ആപ്പ് തുറക്കുക, ആഡ് ഡിവൈസ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഡിവൈസ് വെക്കുക. ഓട്ടോമാറ്റിക് അവിടെ തന്നെ വന്നിട്ടുണ്ടാവും. അതിൽ ചെയ്യുക, അല്ലെങ്കിൽ മാനുവലി നമുക്ക് 4 സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് അവിടെ വൈഫൈ കണക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം.
ശേഷം ഇത് ആഡ് ആവാൻ കുറച്ച് സമയമെടുത്ത്. ഫോണിൽ നമ്മൾ സമയത്ത് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ അത് സ്വിച്ച് ബോർഡിലും ഓട്ടോമാറ്റിക് ഓൺ ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.